ചില ചെടികളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിക്കാറുണ്ട്. അതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ചെടിയാണ് ഞാൻ ഈ ബേർഡ്സ് നെസ്റ്റ് ഫേൺ. ഇന്ന് നമ്മൾ അതിൻ്റെ റീപോർട്ടിംഗ് ആണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഹൗസ് പ്ലാന്റ് ആണ്. കുറച്ച് നാളായി ഇതിനെ വാങ്ങിച്ചിട്ട് നല്ല വളർച്ചയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ ഒരു വലിയ പ്ലാന്ററിലേക്ക് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്ലാന്ററിലാക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ഫേണിന് ഭംഗി കാണത്തില്ല. സോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഏറ്റവും അവസാനം മൈൻഡ് സെറ്റാക്കി ഒരു വലിയ പ്ലാന്ററിലേക്ക് നടാന്ന് വിചാരിച്ചു. എന്നിട്ട് നോക്കാം നമുക്ക് അതിന്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്നും അതുപോലെ ലീവ്സ് എത്രമാത്രം വലുതാക്കി എടുക്കാമെന്നും. ആക്ച്വലി ഈ ചെടിക്ക് നല്ല വിസ്തൃതി അതുപോലെ നല്ല ലെങ്ത് ഓഫ് ലീവ്സും കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ബിഗർ സൈസ് ഞാൻ നഴ്സറി കണ്ടിരുന്നു. ആരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇത്ര ബ്യൂട്ടിഫുൾ ആണ് ഇതിനെ കാണാനായിട്ട്. നോർമലി ഒരു ട്രോപ്പിക്കൽ ചെടിയാണ്. ഈ മരങ്ങളുടെയൊക്കെ മുകളിലെ കാടുകളിലൊക്കെ വളരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫേൺ ആണിത്. സോ ഈ ഫേണിനെ നമുക്ക് ഒരു ബിഗർ സൈസ് പ്ലാന്ററിലേക്ക് മാറ്റാം. ഇതിന്റെ ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഷെയ്ഡിലും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലോ ലൈറ്റിലും നമുക്ക് ഈ ചെടിയെ വെച്ച് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി മെയിൻലി വേണ്ടത് നമുക്ക് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നമ്മുടെ മണ്ണിലെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. ഈർപ്പമാണ് നമ്മുടെ ഈ ചെടിക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട്. അതിനുശേഷം ഗാർഡൻ സോയിലും അതുപോലെ മണലും കൂടെ മിക്സ് ചെയ്യുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത മണ്ണാണിത്. ഇത് നമുക്ക് നമ്മുടെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിന്റെ ഹാഫ് ഓഫ് ദ പോർഷനിൽ മാത്രം മണ്ണ് ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് പതുക്കെ കൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്ന് ചെടിയെ മാറ്റിയെടുക്കേണ്ടതാണ്. ചെടിക്ക് ചെറുതായിട്ടൊരു ഈർപ്പം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെടിയുടെ ചട്ടിയിൽ പതുക്കെ കൊണ്ട് തട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഒരുവിധം ഇത് ഇളകി തുടങ്ങിയിരിക്കും. അതിനുശേഷം പതുക്കെ കൊണ്ട് തന്നെ ഇതിനെ ഇളക്കിയെടുക്കേണ്ടതാണ്. ഫൈനലി നമ്മുടെ പ്ലാന്റ് പോട്ടിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ചെടിക്ക് സംഭവിച്ചിട്ടില്ല. ഇലകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്ററിലേക്ക് ഇതിനെ നട്ടുകൊടുക്കാം. വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത്. കാരണം ഞാനിത് ഒത്തിരി ആഗ്രഹിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തൊരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫേണിന്റെ പല ടൈപ്സ് ഓഫ് ഫേൺ എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ വീഡിയോ ഫ്യൂച്ചറിൽ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ റിപ്പോർട്ടിംഗ് വീഡിയോ ഞാൻ ചെയ്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരുന്ന വീഡിയോകളിൽ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. എനിവേ നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക ചെടി. അതിനുശേഷം സൈഡിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുക. സൈഡിലേക്ക് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും സെൻട്രൽ പോർഷനിൽ വെള്ളം വീഴാൻ പാടില്ല. ചെടി അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇലകൾ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സൈഡ് പോർഷനിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ചെടിയെ കെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബേർഡ്സ് നെസ്റ്റ് ഫേൺ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. Thank you for watching, guys.